128 വർഷങ്ങൾക്ക് മുൻപ് ജോൺ പെന്നിക്യൂക്ക് എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ഇംഗ്ലണ്ടിലെ തന്റെ സ്വത്ത് വരെ വിറ്റ് പെരിയാറിന്റെ കൈവഴികളിലൊന്നായ മുല്ലപ്പെരിയാറിന് കുറുകെ കെട്ടിയ വലിയ അണക്കെട്ട്. നിർമ്മാണവേളയിൽ തന്നെ 483 പേരുടെ ജീവൻ അപഹരിച്ച അണക്കെട്ടിന്റെ കരാറിൽ എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഒപ്പുവെച്ചതെന്നാണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ പറഞ്ഞത്. ഇന്നും ആശങ്കയൊഴിയാത്ത മുല്ലപ്പെരിയാറിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയാം. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. പെരിയാർ നദിയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ജലം ഉപയോഗപ്പെടുത്തി കിഴക്കോട്ടൊഴുകുന്ന വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടുക എന്ന ആശയത്തിലാണ് മുല്ലപ്പെരിയാർ ജന്മം കൊള്ളുന്നത്. 1789 രാമനാട് രാജാവായ മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന പ്രധാനി മുതുരുലപ്പപ്പിള്ളയാണ് ആദ്യമായി ഈ ആശയം മുന്നോട്ട് വെച്ചത്. വൈഗൈ നദിയിലെ വരൾച്ചാ പ്രദേശത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും അതിനുടനെ തന്നെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യത്തിനുമേലെയാണ് 1789 കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനകൾ ആരംഭിക്കുന്നത്. പക്ഷേ രാജ്യത്തിന്റെ ഖജനാവിൽ അത്ര കണ്ട് പണം ചിലവഴിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. വർഷങ്ങൾക്കു ശേഷം അതേ ആശയം പിന്നീട് ഉയർത്തുന്നത് ബ്രിട്ടീഷുകാരാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് സാമ്പത്തികം പ്രശ്നമായില്ല. അങ്ങനെ ഈ ചുമതല ജോൺ പെന്നിക്യൂക്കിനെ ഏൽപ്പിച്ചു. 155 അടി ഉയരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പശ്ചിമഘട്ടത്തിലെ ഏലമലകളിലെ 2 കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വര അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു. കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പെരിയാർ നദിയിലെ ജലം ഒരു റിസർവോയറിൽ പിടിച്ച് മലയ്ക്ക് കുറുകെ തുരന്ന ടണലിലൂടെ എതിർദിശയിലേക്ക് തിരിച്ചുവിട്ട് വൈഗൈ നദിയിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി. 1884 ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബ്രിട്ടീഷ് ഗവൺമെന്റും തിരുവിതാംകൂറുമായി ആരംഭിക്കുകയും ഏറെ ചർച്ചകൾക്കൊടുവിൽ 1886 വനത്തിനുള്ളിലെ ഭൂമി 999 വർഷത്തിന് പാട്ടത്തിന് നൽകുന്നതിനായി കരാറിൽ ഒപ്പിടുകയും ചെയ്തു. എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നുവെന്നായിരുന്നു തിരുവിതാംകൂർ രാജാവ് അന്ന് പറഞ്ഞത്. 8000 ഏക്കർ ഭൂമി റിസർവോയറിനും 100 ഏക്കർ അണക്കെട്ട് നിർമ്മിക്കാനുമാണ് കരാറുണ്ടായിരുന്നത്. കരാർ അനുസരിച്ച് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്താനും ജലസേചന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ ജോലികൾക്കും ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നൽകുകയായിരുന്നു. 1887 മെയ് മാസത്തിൽ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും പ്രാദേശികമായി തൊഴിലാളികളെ കണ്ടെത്തുന്നത് ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നു. ഒടുവിൽ 89-90 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയായിരുന്നു. ഇതിനു പുറമെ അണക്കെട്ടിനായി പോർച്ചുഗീസുകാരെയും കൊണ്ടുവന്നു. കൊടും കാടിലൂടെ വേണം തൊഴിലിടത്തിലെത്താൻ. തൊഴിലാളികളുടെ ഇടയിൽ പടർന്നു പിടിച്ച മലമ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വില്ലനായി. 1892 1895 ഇടയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിൽ പങ്കെടുത്ത 483 പേർ രോഗങ്ങളാൽ മരിച്ചെന്നാണ് കണക്കുകൾ. ഗൂഡല്ലൂർ മലനിരകളിൽ നിന്ന് വയർ റോപ്വേയിലൂടെ തേക്കടിയിലേക്കും അവിടെ നിന്ന് കാളവണ്ടിയിൽ വനത്തിലേക്കും മറ്റൊന്ന് ഡാം സൈറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോപ്വേയിലൂടെയുമൊക്കെയായി സാധനങ്ങൾ കടത്തി. ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായ കമ്പ മുതൽ കുമളി വരെയുള്ള റോഡ് അന്ന് കാളവണ്ടികളിൽ ഡാം സൈറ്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി മാത്രം നിർമ്മിച്ചതാണ്. കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം. കത്തിച്ച ഇഷ്ടിക പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർക്കി. നിർമ്മാണത്തിനിടയിൽ 2 തവണ തടയണ തകർന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ അണക്കെട്ട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് നിർത്തിവെച്ചു. ഇതുമൂലം ചെലവ് വർദ്ധിച്ചതോടെ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്ത് വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് പെന്നിക്യൂക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 1200 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം. ഉയരമാകട്ടെ 176 അടിയും. 152 അടിയാണ് അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷി. ഇതുകൂടാതെ 240 അടി നീളവും 115 അടി ഉയരവുമുള്ള ഒരു ബേബി ഡാമും 240 അടി നീളവും 20 അടി വീതിയുമുള്ള ഒരു എർത്ത് ഡാമും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അവകാശത്തിനു വേണ്ടി 1932 തമിഴ്നാട് ശ്രമിച്ചിരുന്നു. അതിനെ തിരുവിതാംകൂർ എതിർത്തതിനെ തുടർന്ന് ആർബിട്രേറ്റർമാരെ നിയമിച്ചു. അവർ വിരുദ്ധ അഭിപ്രായം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അമ്പയറായി നളിനി രഞ്ജൻ ചാറ്റർജിയെ നിയോഗിക്കുകയായിരുന്നു. ജലസേചന ആവശ്യത്തിനു മാത്രമാണ് കരാർ പ്രകാരം തിരുവിതാംകൂർ തമിഴ്നാടിന് വെള്ളം അനുവദിക്കുന്നതെന്നതിനാൽ വൈദ്യുതോൽപാദനത്തിന് അവർക്ക് അധികാരമില്ലെന്ന് അന്ന് അമ്പയർ വിധിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാലബ്ധിക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാടിന് തുടർന്നും ഉപയോഗിക്കുന്നതിന് അനുമതി നൽകാൻ ഇരു സംസ്ഥാനങ്ങളിലെ നേതാക്കൾ അനൗപചാരികമായി തീരുമാനിക്കുകയായിരുന്നു. 1959 ശേഷം തമിഴ്നാട് ഔദ്യോഗികമായ ഒരു കരാറും കൂടാതെ വൈദ്യുതി ഉൽപാദനത്തിനും അണക്കെട്ടിലെ ജലം ഉപയോഗിക്കാനും തുടങ്ങി. ഇതേ തുടർന്ന് 1960-69 വർഷങ്ങളിൽ കരാർ പുതുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടു.
പിന്നീട് 1970-ൽ സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുകയാണ്. പുതുക്കിയ കരാർ പ്രകാരം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും തമിഴ്നാടിന് അനുമതി ലഭിച്ചു. വർഷങ്ങൾ പിന്നെയും എത്രയോ കടന്നുപോയി. 1979-ലാണ് മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയേക്കാവുന്ന വിപത്തിനെക്കുറിച്ച് കേരള സംസ്ഥാനത്ത് ചർച്ചകൾ ഉയരുന്നത്. അതിനിടയാക്കിയതാകട്ടെ 79-ലെ ഗുജറാത്തിലെ മോർബിയിലെ അണക്കെട്ട് തകർച്ചയാണ്. ഇതിൽ 15,000 പേർ മരിച്ചെന്ന വാർത്തയാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയത്. തുടർന്ന് ഏറെ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കേരള സർക്കാർ ഉന്നയിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിൽ അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയതോടെ ആശങ്കയ്ക്ക് ആക്കം കൂടി. തിരുവനന്തപുരത്തെ ദ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ റിക്ടർ സ്കെയിലിൽ 6 തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനയ്ക്ക് കഴിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. പിന്നീട് 1979 നവംബർ 25-ന് CWC ചെയർമാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കേരള ജലസേചന വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും തമിഴ്നാട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും കൂട്ടി തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ അടുത്ത കാലവർഷത്തിന് മുൻപ് പൂർത്തിയാക്കാൻ അടിയന്തര നടപടികളും അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടക്കാല ദീർഘകാല നടപടികളും തീരുമാനിച്ചു. അടിയന്തര നടപടിയായി സ്പിൽവേയിലൂടെ വെള്ളം കടത്തിവിട്ട് ജലനിരപ്പ് നിലനിർത്താൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് ജലനിരപ്പ് ഘട്ടം ഘട്ടമായി പൂർണ്ണമായ 152 അടിയിലേക്ക് ഉയർത്തുമെന്നും സംഘം ശുപാർശ ചെയ്തു. എന്നാൽ വിഷയം ചർച്ചയായതോടെ കേന്ദ്ര ജല കമ്മീഷൻ നേരിട്ട് അണക്കെട്ട് സന്ദർശിച്ച് ജലനിരപ്പ് 152-ൽ നിന്ന് 136-ലേക്ക് താഴ്ത്താനും ബലപ്പെടുത്തൽ ജോലികൾ നടത്താനും നിർദ്ദേശിച്ചു. പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലവും കമ്മീഷൻ തന്നെയാണ് കണ്ടെത്തിയത്. ബലപ്പെടുത്തൽ ജോലികൾ നടത്തുന്നതിൽ വലിയ താല്പര്യം കാണിച്ച തമിഴ്നാട് പാട്ടഭൂമിയുടെ പുറത്താണ് പുതിയ അണക്കെട്ടിന് സ്ഥാനം കണ്ടെത്തിയതെന്നറിഞ്ഞതോടെ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യത്തെ സൗകര്യപൂർവ്വം അങ്ങോട്ട് മറന്നുകളഞ്ഞു. പിന്നീട് ജലനിരപ്പ് 136 അടിയിൽ നിന്ന് ഉയർത്തണമെന്ന വാദവുമായി തമിഴ്നാട് മുന്നോട്ട് വന്നു. 2000 ഏപ്രിൽ 5-ന് തിരുവനന്തപുരത്ത് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും അതും എവിടെയും എത്തിയില്ല. അതോടെ വിഷയം സുപ്രീം കോടതിയിൽ എത്തിച്ചേർന്നു. 2006-ൽ ജലനിരപ്പ് നിലവിലെ 136 അടിയിൽ നിന്ന് 142 അടിയായി ഉയർത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവിനെതിരെ കേരള സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരികയും അതിനെ എതിർത്ത് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തതോടെ സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ അണക്കെട്ടിന്റെ ആവശ്യകതയും പരിശോധിക്കാൻ കോടതി ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. കാലവർഷത്തിന് മുൻപും ശേഷവും അണക്കെട്ട് പരിശോധിക്കുന്നതിനും അണക്കെട്ടിന്റെ സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നതിനുമായി ഇടയ്ക്കിടെ സന്ദർശനങ്ങൾ നടത്താൻ കോടതി സമിതിയോട് നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സമിതിക്ക് അധികാരം നൽകുകയും ഇരു സംസ്ഥാനങ്ങൾക്കും അണക്കെട്ടിനും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. പിന്നീട് 2011 ജൂലൈയിൽ ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ ഏകദേശം 3.2 തീവ്രത മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുവെങ്കിലും ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ചർച്ചകൾക്ക് കാരണമായി. 2014 മെയ് മാസത്തിൽ സുപ്രീം കോടതി കേരള ജലസേചന ജലസംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 136 അടിയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനാകില്ലെന്ന കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. തമിഴ്നാടിന് ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥിരം സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിക്കുമെന്നും കോടതി വിധിച്ചു. 2014-ൽ മുല്ലപ്പെരിയാർ കേസിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഇരു സംസ്ഥാനങ്ങളുടെയും സമ്മതപ്രകാരം മാത്രമേ എംപവേർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചതുപോലെ മുല്ലപ്പെരിയാറിന് കീഴെ പുതിയ ഡാം നിർമ്മിക്കുകയോ ടണൽ നിർമ്മിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നുകൂടി നിർദ്ദേശിച്ചു. ഇരു സംസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താനായാൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും അന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. 2018-ൽ കേരളത്തിൽ പ്രളയക്കെടുതിക്ക് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷ വീണ്ടും ജനശ്രദ്ധയിലേക്ക് ഉയർന്നു. ലോകമെമ്പാടുമുള്ള കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളുടെ ഭീഷണിയെക്കുറിച്ച് 2021 ജനുവരിയിൽ UN പുറത്തുവിട്ട റിപ്പോർട്ടോടെ മുല്ലപ്പെരിയാറിന്റെ അപകട സാധ്യത ലോകത്തിന് മുന്നിൽ തന്നെ തെളിഞ്ഞു വന്നു. ഭൂകമ്പം സജീവമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വലിയ ഘടനാപരമായ പിഴവുകളുണ്ടെന്നും 100 വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ട് തകർന്നാൽ 3.5 ദശലക്ഷം ആളുകൾ അപകടത്തിലാകുമെന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തോടെ മുല്ലപ്പെരിയാർ തകർന്നാലുള്ള ആഘാതത്തെക്കുറിച്ച് കേരളം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. എന്നാൽ ഇതിനു മുൻപും ശേഷവും ചെയ്തതുപോലെ തന്നെ ഒന്നും എവിടെയും എത്തില്ലെന്ന് മാത്രം. നിങ്ങൾ തന്നെ പറയൂ, എന്താണ് ഇതിന് പരിഹാരം?